ഈ റമദാൻ മാസത്തിൽ, ഈ പുണ്യ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ജസീല എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു പെൺകുട്ടി, കാസർഗോഡ് ജില്ലയിലാണ് വീട്. അവര് ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് 2 പവൻ സ്വർണം ഒരു സഹായം എന്നോളം കൊടുത്തു. ആ സ്വർണം അവർ തിരിച്ചു വാങ്ങുമെന്നുള്ള ആ ഒരു ഭയം കാരണം ആ നികൃഷ്ട ജീവികൾ ഈ പെൺകുട്ടിക്ക് നേരെ, 24 വയസ്സായ ജസീലക്ക് നേരെ ഒരു കള്ള പ്രചരണം നടത്തുകയാണ്. ഒരു മോഷ്ടാവാണ് എന്ന രീതിയിൽ ഒരു പരാതി കൊടുക്കുന്നു. നാട് നീളെ അത് പറഞ്ഞു പരത്തും. സോഷ്യൽ മീഡിയ വഴിയും അവരെ നാണം കെടുത്തി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലിട്ട് ആ സ്ത്രീ സ്വന്തം ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. ഒരു പക്ഷേ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമുണ്ട് എന്നുള്ളതാണ്. നോമ്പ് നോറ്റൊരാളും കള്ളം പറയില്ല എന്ന് ഉറപ്പാ. ആ പെൺകുട്ടി ഒരുപാട് പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ നാട്ടുകാരും പോലീസും ഒക്കെ ആ പെൺകുട്ടിയെ വേട്ടയാടിയതിന്റെ ഭാഗമായിട്ട് ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. ആ ഒരു പെൺകുട്ടി പറഞ്ഞ അവസാന വാക്കുകൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞു തരാം. അവരൊരു ഡെത്ത് നോട്ട് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊർ പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ ഞാനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തരാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എന്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെ വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9.5 പവൻ ഉണ്ടതുപോലെ എനിക്കറിയില്ലായിരുന്നു. എന്റെ ഒരിടത്തിന്റെ ആയിഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാര് എന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എന്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ആരും നോക്കരുത്, ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോവാ. എന്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാല് ഞാൻ മരിച്ചിട്ട് എങ്ങനെ എന്റെ സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എന്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ അവരൊന്നും തന്നെ എന്താണോ ഞാൻ പറയാ, സ്വന്തം ജീവൻ ഒടുക്കിയാലാണ് കേസിനൊക്കെ ഒരു തീരുമാനം ആവുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് ജനങ്ങളിലേക്ക്. കാരണം എന്താണെന്നറിയോ, ആ പെൺകുട്ടി നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്, കേസ് പരിഗണിക്കുന്നില്ല. എന്നാൽ കള്ളപ്പരാതി പോലീസുകാരെടുക്കുന്നു. എന്താ ഞാൻ പറയേണ്ടത്? ഇവരുടെ ഭർത്താവും അതേപോലെ അമ്മായിയമ്മയും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വേട്ടയാടിയത് എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു നീതിയും കിട്ടിയില്ല. ഇനി മരിച്ചു, അങ്ങനെയുള്ള സാധാരണ പതിവ്. മരണം കഴിയണം,
നീതി കിട്ടണമെങ്കിൽ മരിച്ച് മണ്ണടിയണം എന്നുള്ളതാണ്. ആ സമയത്ത് ഒരുപാട് നേതാക്കന്മാർ വരും, അനുശോചനം രേഖപ്പെടുത്തും, മരിച്ചുപോയ ആളുകളുടെ വീട്ടുകാർക്ക് ജോലി കൊടുക്കും, അതേപോലെ തന്നെ വല്ല ലോണും ആണെങ്കിൽ അത് തള്ളിക്കളയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത്. കൊള്ളാം. എന്തായാലും ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. 2 പിഞ്ചു മക്കളുടെ മാതാവായ കാസർഗോഡ് നിലയിൽ നാളത്തറുക്കയിൽ ജലീലിന്റെ മകൾ 24 വയസ്സ് മാത്രമുള്ള ജസീല കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട പെൺകുട്ടി ഇക്കഴിഞ്ഞ ഞായറാഴ്ച എലിവിഷം കഴിച്ച നിലയിൽ വല്യമ്മയുടെ വീട്ടിൽ വെച്ചാണ് കണ്ടെത്തുന്നത്. കാസർഗോഡുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. നമ്മുടെ നാട്ടിൽ സത്യം തെളിയാൻ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ തീരാത്ത അപമാനമാണ്. ഭർത്താവിന്റെ അയൽവാസിയായ അഫീദും കുടുംബവും നടത്തിയ ആസൂത്രിത വേട്ടയാടലിലാണ് ഈ ദുരന്തത്തിന്റെ തുടക്കം. തന്റെ ഫാൻസി കടയുടെ ആവശ്യത്തിന് 2 പവൻ സ്വർണം ജസീലയുടെ കയ്യിൽ നിന്ന് അഫീദ് വാങ്ങിയിരുന്നു. എന്നാൽ ഇത് തിരികെ ചോദിക്കുമെന്ന് ഭയന്ന അഫീദ് തിരിച്ചൊരു കള്ളക്കഥ മെനയുകയായിരുന്നു. 9.5 പവൻ ജസീല മോഷ്ടിച്ചു എന്നാരോപിച്ച് ഇയാൾ പോലീസിൽ പരാതി നൽകി. ഇത് കേവലം ഒരു പരാതിയിൽ ഒതുങ്ങിയില്ല. ജസീല ഒരു മോഷ്ടാവാണെന്ന തരത്തിൽ നാട്ടിലും കുടുംബത്തിലും വ്യാപകമായ അപവാദ പ്രചാരമാണ് അഫീദും കുടുംബവും നടത്തിയത്. ക്രൂരതയുടെ അടുത്ത ഘട്ടം ജസീലയുടെ കുടുംബജീവിതം തകർക്കുക എന്നതായിരുന്നു. പ്രവാസിയായ ജസീലയുടെ ഭർത്താവിനെ വിളിച്ചു നിന്റെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ എന്റെ കൈവശമുണ്ടെന്ന് കള്ളം പറഞ്ഞ് ആ ബന്ധത്തിൽ ഇയാൾ വിഷം കലർത്തി. സ്വന്തം പങ്കാളിയുടെ അടുത്ത് നിന്ന് പോലുമുള്ള വിശ്വാസമില്ലായ്മ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭർത്താവിന്റെ വീട്ടുകാർ വിവാഹമോചന ഭീഷണി മുഴക്കി വീട്ടിലെത്തിയതോടെ ജസീല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നിയമത്തിന്റെ കാവൽക്കാരാവേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറഞ്ഞത്. താൻ ഇരയാണെന്നും താൻ അഫീദിനെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ആദൂർ പോലീസ് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറയുന്നത്. എന്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല, പോലീസ് പോലും എന്റെ പരാതി സ്വീകരിക്കുന്നില്ല. ഒരു മോഷ്ടാവായി എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. മരണത്തിന് തൊട്ടു മുമ്പ് ജസീല റെക്കോർഡ് ചെയ്ത ഓരോ വാക്കുകളും മലയാളിയുടെ ഉള്ളുലക്കുന്നതാണ്. ആത്മഹത്യ ഒരിക്കലും ഒന്നിന് പരിഹാരമല്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിവർന്നു നിൽക്കാമായിരുന്നു. കൂടെ ജീവിക്കുന്ന സ്വന്തം രക്തത്തിലുള്ള 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച താൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാതെ അയൽവാസിയും കുടുംബവും പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു ഭർത്താവിനെ ആ കുട്ടിക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു. എന്തു ചെയ്യാം, ചില ആളുകൾ ചില സമയങ്ങളിൽ ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ ആളില്ലാത്ത സാഹചര്യങ്ങളിൽ മരണമാണ് എല്ലാത്തിനും മറുപടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. മരണത്തിന് ശേഷമെങ്കിലും ആ കുട്ടിക്ക് നീതി കിട്ടുമോ? കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത പോലീസ് ഉള്ളപ്പോൾ മരണത്തിന് ശേഷമുള്ള നീതി എന്നത് കിട്ടാത്ത കനി പോലെയാണ്. അയൽവാസി അഫീദ്, അയാൾ ഇവരുടെ കയ്യിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. സ്വർണം തിരിച്ചു വാങ്ങുമെന്നുള്ള പേടിയിൽ 9.5 പവൻ കട്ടുന്നോ എത്രയോ ലക്ഷം കട്ടു എന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷെ അവരെ ചോദ്യം ചെയ്തത് പോലും വനിതാ പോലീസ് അല്ല എന്നുള്ള ഒരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. മറ്റുള്ള ആളുകളുടെ ഓരോ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അത് വെറും ഒരു കഥ മാത്രമായിട്ട് തോന്നുന്നത് സർവ്വസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, സാധാരണ കാര്യമാണ്. നമുക്ക് മറ്റൊരാളെ സമാധാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് അവർ സമാധാനിച്ചിട്ടാണോ കേൾക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങലുണ്ടാവും. എന്നാൽ പോലും സ്വന്തം ഭർത്താവും ഈ രീതിയിൽ അവരെ അതിലേക്ക് തള്ളിവിട്ടു എങ്കിൽ എന്ത് പറയാനാണ്. കൂടുതലായിട്ടൊന്നും പറഞ്ഞാൽ പുണ്യ റമദാൻ മാസത്തിൽ സ്വന്തം ജീവൻ ഒടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചറബിന്റെ മുന്നിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. സ്വന്തം ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരെ കൊണ്ട് അത് ചെയ്യിച്ച ആളുകൾക്ക് എന്താണ് കിട്ടേണ്ടത്? അതാണ് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്, ശിക്ഷ. വേറൊന്നും ഞാൻ പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. ആ പെൺകുട്ടിക്കും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.